ശാരീരികം, മാനസികം, വൈശാചികം ഇങ്ങനെ തുടങ്ങിയ നിരവധി രോഗങ്ങളെ ഇവിടെ വിഷമിക്കുന്നവരുണ്ട്. ഇതിനെല്ലാം യാതൊരു നല്ല പ്രതിവിധി മാത്രമാണ് സ്വീകരിക്കാൻ ഒരു സ്വതഹ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലും വിലപ്പെട്ട സംഭാവന സ്വീകരിക്കുക തന്നെ ഈ സദസ്സ് പറയുന്നത് നാക്കിന്റെ ഭാഷയോടനുസരിച്ച് ഹൃദയത്തിന്റെ ഭാഷ അതിശാന്തമാണ്. അപ്പോഴാണ് ഫലപ്രദമാകുന്നത്. ഹൃദയത്തിന്റെ ഭാഷ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ തന്റെ കൈകൂടി അതിന് സഹകരിക്കുമ്പോഴാണ് എന്ന് അത് ബോധ്യപ്പെടുക. ഡോക്ടറെ സമീപിക്കാൻ ഒരു ട്രീറ്റ്മെന്റിന് കൺസൾട്ടിംഗ് ഫീസ് തന്നെ 10,000, 500, 1000. പിന്നീട് പല ടെസ്റ്റുകൾക്ക് 2,000, 3,000, 5,000, 10,000. അതുപോലെ മറ്റ് കാര്യങ്ങൾക്ക് കൃത്രിമമായ സാഹചര്യം ചെലവ് വരുമല്ലോ. എന്നാൽ ഞാൻ ആ കൊടുക്കുന്ന കാശ് ഈ മഹത്തായ സംരംഭത്തിലേക്ക് കൊടുക്കുന്നു എന്ന് കരുതി ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ ഒരു 2,000 പറയാൻ പറ്റിയ ആരെങ്കിലും കൂട്ടത്തിലുണ്ടാവും. കയ്യിലെടുക്കാനോ കൊടുക്കാനോ പറ്റിയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു 2,000 പറയാൻ പറ്റുകയാണെങ്കിൽ സുബൈർ മുസ്ലിയാർ മന്നാരി അൽഹംദുലില്ലാഹ് 2,000 രൂപ 3 സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് 2,000 രൂപ 2,000 രൂപ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഈ 3 പേർക്ക് നൽകണേ അല്ലാഹ്. 2,000 രൂപ ഇപ്പോ കയ്യിൽ കാശ് നൽകിയിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ യുവത്വം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വിട്ട മഹത്വം കൈപ്പെടുന്നേ അല്ലാഹ്. 2,000 പറയാൻ പറ്റുന്നത് അത് 5 പൂർത്തിയാക്കി ഏതെങ്കിലും ഒരാൾ എത്ര അല്ലെ സിറാജ് 2,000 രൂപ 5 പൂർത്തീകരിക്കുന്നു എന്ന പോലെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സിറാജിന് പൂർത്തേക്ക് നൽകണേ. സിറാജ് നടത്തുന്ന ഒന്നും വഴിപടിയെ ചെയ്യുന്ന അവസരം നൽകല്ല. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. സത്യവിശ്വാസികളെ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا قِيلَ لَهُمُ اتَّبِعُوا مَا أَنزَلَ اللَّهُ قَالُوا بَلْ نَتَّبِعُ مَا أَلْفَيْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْقِلُونَ شَيْئًا وَلَا يَهْتَدُونَ. അല്ലാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റി ജീവിക്കുക എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ, അല്ല, ഞങ്ങളുടെ പിതാക്കൾ സ്വീകരിച്ചതായി കണ്ടതേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ എന്നായിരിക്കും അവർ പറയുന്നത്. അവരുടെ പിതാക്കൾ യാതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തവരും നേർവഴി കണ്ടെത്താത്തവരുമായിരുന്നെങ്കിൽ പോലും അവരെ പിൻപറ്റുകയാണോ? وَمَثَلُ الَّذِينَ كَفَرُوا كَمَثَلِ الَّذِي يَنْعِقُ بِمَا لَا يَسْمَعُ إِلَّا دُعَاءً وَنِدَاءً صُمٌّ بُكْمٌ عُمْيٌ فَهُمْ لَا يَعْقِلُونَ. സത്യനിഷേധികളെ ഉപമിക്കാവുന്നത് വിളിയും
തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുവിനോട് ഒച്ചയിടുന്നവനോടാകുന്നു. അവർ ബധിരരും ഊമകളും അന്ധരുമാകുന്നു. അതിനാൽ അവർ യാതൊന്നും ചിന്തിച്ചു ഗ്രഹിക്കുകയില്ല.